അപ്പൊ ഈ ടോപ്പിക്കിനകത്ത് പറയുന്നത് ഹോണസ്റ്റി. ഹോണസ്റ്റി എന്ന് വെച്ചാൽ എന്താണ് മീനിങ്, എന്താണ്? സത്യസന്ധത. സത്യസന്ധരായിരിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് സത്യസന്ധരായിട്ടിരുന്നാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഈ ടോപ്പിക്കിനകത്ത് പറയുന്നത്. ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. നമുക്കൊരു ബിസിനസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എത്തിക്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വേണ്ട വളരെ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് പോളിസിയാണ് ഓണസ്റ്റി എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും നമ്മൾ സത്യസന്ധരായിരിക്കണം. ഓക്കെ. ഇറ്റ് ഈസ് എ ട്രേറ്റ് ഓഫ് അഡ്ഹിയറിംഗ് ടു ദി ട്രൂത്ത് ഈവൻ വെൻ ഇറ്റ് ഈസ് ഇൻകൺവീനിയന്റ് ആൻഡ് അൺപോപ്പുലർ. ട്രേറ്റ് എന്ന് വെച്ചാൽ അർത്ഥം സ്വഭാവമാണ്. നമ്മൾ എപ്പോഴും എന്ത് സ്വഭാവമാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? അഡ്ഹറൻസ് ടു ദ ട്രൂത്ത്. നമ്മൾ എപ്പോഴും സത്യത്തോടൊപ്പം നിലനിൽക്കുക. ഈവൻ വെൻ ഇറ്റ് ഈസ് ഇൻകൺവീനിയന്റ്. നമുക്കത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, ഇൻകൺവീനിയൻസ് ഉണ്ടാക്കിയാലും, അത് നമുക്ക് എന്തെങ്കിലും അൺപോപ്പുലർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയാലും നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് ഓൾവേസ് അഡ്ഹിയർ ടു ദ ട്രൂത്ത്. നമ്മൾ സത്യത്തോടൊപ്പം നിൽക്കണം. അങ്ങനെ ഒരു സ്വഭാവത്തിനെ നമ്മൾ വളർത്തിയെടുക്കണം. അങ്ങനെയുള്ള ഒരു സ്വഭാവത്തിന് പറയുന്ന പേരാണ് ഓണസ്റ്റി അല്ലെങ്കിൽ സത്യസന്ധത. ഇനി ഒരു ജോലി സ്ഥലത്ത് നമ്മൾ ഓണസ്റ്റി പ്രകടിപ്പിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെയുള്ള കുറച്ച് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ഇൻ എ വർക്ക് പ്ലേസ്, സ്റ്റേറ്റിംഗ് ഫാക്ട്സ് ക്ലിയർലി വിത്തൗട്ട് ഡൈല്യൂഷൻ. നമുക്കിപ്പോ ഒരു വസ്തുത, ഫാക്ട് എന്ന് വെച്ചാൽ വസ്തുത, അത് നമുക്ക് അറിയാം. അത് എന്താണ്, അതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ, അതിനെ ഡൈല്യൂട്ട് ചെയ്യാതെ നമ്മൾ ആ ഫാക്ടിനെ ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്യുക. അതാണ് ഒന്നാമത്തെ ഒരു എന്താണ് ഒരു പെക്യൂലിയറിറ്റി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ദെൻ നോട്ട് വിത്ത് ഹോൾഡിംഗ് ഇൻഫർമേഷൻ ഫോർ സെൽഫിഷ് റീസൺ. ഇനി ചില ഇൻഫർമേഷൻസ് ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ മറച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ചില പേഴ്സണൽ ഗുണങ്ങൾ ഉണ്ടാവും. പക്ഷെ അത് മറ്റു ചിലർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെങ്കിലോ അത് എപ്പോഴും സെൽഫിഷ് ആണ്. നമ്മൾ അങ്ങനെയുള്ള ഒരു സെൽഫിഷ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ നമ്മൾ സത്യസന്ധമായി നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ നമ്മൾ മറച്ചു വെക്കാതെ നമ്മൾ എപ്പോഴും അതിനെ പറയുക. നോട്ട് ടേക്കിംഗ് ബ്രൈബ്സ്. ബ്രൈബ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, കൈക്കൂലി ഒന്നും വാങ്ങാതിരിക്കുക. മെയിൻറ്റെയിനിങ് കോൺഫിഡൻഷ്യാലിറ്റി ഇഫ് ഇറ്റ് ഈസ് നീഡഡ്. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത് ചില കാര്യങ്ങളിൽ ഒരു രഹസ്യാത്മക സ്വഭാവം കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ചെയ്യുന്ന ജോലിക്കകത്തുണ്ടാവും, നമ്മൾ കീപ്പ് ചെയ്യുന്ന ഫയൽസിലുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ എപ്പോഴും കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. ആ ഒരു സീക്രസി എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യണം. ബീയിങ് സ്ട്രേറ്റ് ഫോർവേഡ് ആൻഡ് ട്രസ്റ്റ് വർത്തി. നമ്മളെപ്പോഴും സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളും ആയിരിക്കണം. ട്രസ്റ്റ് വർത്തി. മെയിൻറ്റെയിൻ ഇന്റലക്ച്വൽ ഓണസ്റ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധിപരമായി ചെയ്യുന്ന കാര്യങ്ങളിലും എല്ലാത്തിലും നമ്മൾ ചെയ്യുന്ന ഡെയിലി ആയിട്ടുള്ള നമ്മുടെ പ്രൊഫഷണലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ എന്തുണ്ടായിരിക്കണം? ഒരു സത്യസന്ധതയുടെ ഒരു പോയിന്റ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, ഇതൊക്കെയാണ് ഓണസ്റ്റിയെ കുറിച്ച് പറയാനുള്ള ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ. അടുത്ത സ്ലൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ വെർച്യൂ വിച്ച് ഈസ് എക്സിബിറ്റഡ് ഇൻ 2 ways. അതിനെ, ഈ ഒരു സ്വഭാവം അല്ലെങ്കിൽ ബിഹേവിയർ എന്ന് പറയുന്നത് നമുക്ക് 2 രീതിയിൽ പ്രകടിപ്പിക്കാം. ഒന്ന് ട്രൂത്ത്ഫുൾനെസ് അല്ലെങ്കിൽ ട്രസ്റ്റ് വർത്തിനെസ്. ഈ 2 രീതിയിലാണ് നമുക്ക് ഇതിനെ എക്സിബിറ്റ് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് പ്രദർശിപ്പിക്കാൻ പറ്റുന്നത്. ട്രൂത്ത്ഫുൾനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സത്യം പറയുക. ട്രസ്റ്റ് വർത്തിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളായിട്ടിരിക്കുക. നമ്മൾ എപ്പോഴും സത്യങ്ങൾ മാത്രം പറയുകയും സത്യം പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ തന്നെ നമ്മുടെ ആൾക്കാർ നമ്മളെ കാണുന്നത് ആ രീതിയിലായിരിക്കും. അയാൾ സത്യസന്ധനാണ്, അയാൾ എപ്പോഴും സത്യങ്ങൾ മാത്രമാണ് പറയുന്നത്, അയാൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ പ്രവർത്തിക്കാറുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഓണസ്റ്റി നമുക്ക് എക്സിബിറ്റ് ചെയ്യാനുള്ള ആദ്യത്തെ ഒരു മെത്തേഡ്. രണ്ടാമത്തെ ഒരു വഴി എന്ന് പറയുന്നത് ട്രസ്റ്റ് വർത്തിനെസ്. അയാളെ വിശ്വസിക്കാൻ കൊള്ളാം, അയാൾ ഓണസ്റ്റിയുള്ള ട്രസ്റ്റ് ഉള്ള ഒരാളാണ് എന്ന് നമുക്ക് പറയിപ്പിക്കാൻ നമുക്ക് പറ്റുമല്ലോ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ വിശ്വസിച്ച് ഒരാൾ കാര്യം പറഞ്ഞ് ഏൽപ്പിക്കുകയാണെങ്കിൽ നമ്മൾ അത് ചെയ്ത് തീർത്തു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ വിശ്വസിച്ച് പറയുന്ന കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അതുപോലെ സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മളെ ട്രസ്റ്റ് വർത്തിയാണെന്ന് നമുക്ക് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റും. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാലോ നമ്മളെ ഡിസ്ഹോണസ്റ്റ് ആണെന്ന് ആൾക്കാർ മുദ്ര കുത്തും. സം ആക്ഷൻസ് ദാറ്റ് ലീഡ്സ് ടു ഡിസ്ഹോണസ്റ്റി ആർ ലൈയിങ്, കള്ളം പറയുക, കള്ളം പറയാൻ പാടില്ല. ഡെലിബറേറ്റ് ഡിസപ്ഷൻ. ഡിസപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കബളിപ്പിക്കുക. നമ്മൾ ബിസിനസ്സിനകത്തൊന്നും നമ്മൾ കസ്റ്റമേഴ്സിനൊന്നും നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് ഒന്നും നമ്മളെ പറ്റിക്കാനൊന്നും പാടില്ല. അങ്ങനെ പറ്റിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓണസ്റ്റി എന്ന് പറയുന്ന നമ്മളെ വലിയൊരു നമ്മുടെ ഒരു വെർച്യൂ നമുക്ക് നഷ്ടപ്പെടുകയാണ്. വിത്ത് ഹോൾഡിങ് ഇൻഫർമേഷൻ. നമ്മൾ പുറത്ത് സമയാസമയത്ത് നമ്മൾ പബ്ലിഷ് ചെയ്യേണ്ട ഇൻഫർമേഷൻ നമ്മൾ മറച്ചു വെച്ചുകൊണ്ട് അത് വിത്ത് ഹോൾഡ്
വിത്ത്ഹെൽഡ് ചെയ്യുകയാണെങ്കിലോ അത് ഓണസ്റ്റിയെ ബാധിക്കുന്ന കാര്യമാണ്. നോട്ട് മെയിൻറ്റെയിനിങ് കോൺഫിഡൻഷ്യാലിറ്റി, ഓക്കെ, സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാതെ നമ്മള് കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ലോകം മുഴുവൻ വിളിച്ച് പറഞ്ഞു നടക്കുന്നത് പാടില്ല, അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. ദെൻ ലാസ്റ്റ് പോയിന്റ്, നോട്ട് സീക്കിംഗ് ദ ട്രൂത്ത്. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള ഡേറ്റ വെച്ചിട്ട് നമ്മളെ സത്യത്തിനെ മറന്നുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്നും പ്രവർത്തിക്കുന്നത് ഒരിക്കലും ഓണസ്റ്റ് ആയിട്ടുള്ള ഒരാൾ ചെയ്യുന്ന കാര്യമില്ല. നമ്മൾ എപ്പോഴും സത്യത്തെ തേടുക. സീക്കിംഗ് ദ ട്രൂത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തെ തേടുക. എന്താണ് സത്യം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. ഓക്കെ, ഇത്രയൊക്കെയാണ് ഓണസ്റ്റി എന്ന് പറഞ്ഞ ടോപ്പിക്കിനകത്ത് പറയാനുള്ളത്. അടുത്തത് കറേജ്. കറേജ് എന്ന് വെച്ചാൽ നമുക്ക് എന്താ അറിയാം? കറേജ് എന്ന് വെച്ചാൽ ധൈര്യം. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ഫേസ് ദ ഫിയർ ആൻഡ് ഡു സംതിങ് ഇൻ സ്പൈറ്റ് ഓഫ് ബീങ് അഫ്രൈഡ്. നമ്മൾ പേടി ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ആ പേടിയെ നമ്മൾ ഫേസ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും ചെയ്ത് തീർക്കാനുള്ള നമ്മളുടെ എബിലിറ്റി, അതിനാണ് നമ്മൾ കറേജ് എന്ന് പറയുന്നത്. ഇനി കറേജിനെ നമുക്ക് പലതരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫിസിക്കൽ കറേജ്, സോഷ്യൽ കറേജ്, ഇന്റലക്ച്വൽ കറേജ്, അങ്ങനെ പലതരത്തിലുണ്ട്. മെയിൻലി 4 പറയുന്നത്. കറേജ് ആസ് പാർട്ട് ഓഫ് ഡ്യൂട്ടി. ചില ഡ്യൂട്ടീസിൽ നമുക്ക് എന്ത് വേണ്ടി വരും? നമുക്ക് ഒരു ധൈര്യം വേണ്ടി വരും. ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് പല ധൈര്യങ്ങൾ നമുക്ക് കാണിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, പുതിയൊരു റെസ്പോൺസിബിലിറ്റി നമുക്ക് തരികയാണെങ്കിൽ അത് ഏറ്റെടുക്കാനുള്ള ധൈര്യം, ആ ഡ്യൂട്ടി നമ്മൾ ഏറ്റെടുത്ത് തീർത്തു കൊടുക്കാനുള്ള ധൈര്യം നമ്മൾ കാണിക്കേണ്ടി വരും. പക്ഷെ നമുക്ക് ചിലപ്പോൾ പേടിയുണ്ടാവാം, പക്ഷെ അതിനെയൊക്കെ ഫേസ് ചെയ്ത് നമ്മളതിനെ തീർത്തു കൊടുക്കണം. കറേജ് ടു ഫേസ് ഫിസിക്കൽ ചാലഞ്ചസ്. ഇനി ചില ജോലികളിൽ നമുക്ക് ഫിസിക്കലി തന്നെ ചാലഞ്ചിങ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തു തീർക്കേണ്ടതായിട്ട് വരും. അങ്ങനെ എസ്പെഷ്യലി ഒരു സ്പോർട്സ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ എടുത്തു കഴിഞ്ഞാൽ ഫിസിക്കലായിട്ട് ഒരുപാട് ചാലഞ്ചസ് വരും. നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുമോ, ഫിസിക്കലി അത് പോസിബിൾ ആണോ ഇല്ലയോ എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മുന്നിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ അതിലൊന്നും നമ്മൾ തളരാതെ നമ്മൾ മുന്നോട്ട് പോകാൻ ഉള്ള ധൈര്യം നമ്മൾ കാണിക്കണം. കറേജ് ഇൻ സോഷ്യൽ കോണ്ടെസ്റ്റ്. സാമൂഹികമായിട്ടുള്ള ചുറ്റുപാടിൽ നമുക്ക് എവിടെയാണ് ധൈര്യം കാണിക്കേണ്ടത്? ഇനി നമ്മളെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു മോശപ്പെട്ട ഒരു ദുരാചാരത്തിനെ നമുക്ക് അബോളിഷ് ചെയ്യണം, അതിനെ മാറ്റണം. അപ്പൊ അതിന് നമുക്ക് എന്ത് വേണ്ടി വരും? നമുക്ക് സൊസൈറ്റിയിലുള്ള നമ്മൾ ഇപ്പൊ നിലനിൽക്കുന്ന ചില ബിലീഫിനെയൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അത് നമ്മൾ അസർട്ടീവായിട്ട് നമ്മൾ അതിനെ വാദിച്ച് അതിനെ ജയിച്ച് അതിനെ ഫേസ് ചെയ്ത് ഈ സമൂഹത്തിനെ നേരിടാനുള്ള ഒരു ധൈര്യം, അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സോഷ്യലി നമുക്ക് പല പല മാറ്റങ്ങളും കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ഈസ് ഇന്റലക്ച്വൽ കറേജ്. ഇന്റലക്ച്വൽ കറേജ് നമുക്ക് ഉണ്ടാവുന്നത് ഡെഫിനറ്റ്ലി നമ്മൾ കൂടുതൽ നോളജ് അക്വയർ ചെയ്യുമ്പോഴാണ്. നമ്മൾ കൂടുതൽ എത്ര നോളജ് അക്വയർ ചെയ്യുന്നോ അത്രയും ഇന്റലക്ച്വലി കപ്പാസിറ്റി നമുക്ക് ഉണ്ടായിരിക്കും. അങ്ങനെ നോളജ് അക്വയർ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് സെൽഫ് കോൺഫിഡൻസ് നമുക്ക് വളരും. അതുപോലെ തന്നെ ഒരു സെൽഫ് എസ്റ്റീമും. അതുവഴി നമുക്ക് എന്ത് കിട്ടും? അൾട്ടിമേറ്റ്ലി വി വിൽ ഡെവലപ്പ് ആൻ ഇന്റലക്ച്വൽ കറേജ്. അങ്ങനെ ഒരു കറേജ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഏറ്റെടുത്ത് ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റും. ഇതൊക്കെയാണ് കറേജിൽ ആദ്യം പറയുന്ന കാര്യങ്ങൾ. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കറേജിയസ് പീപ്പിൾ. ധൈര്യശാലികളായിട്ടുള്ള ആൾക്കാരുടെ ചില പ്രത്യേകതകൾ എന്തൊക്കെയാന്ന് നോക്കാം. 4 പറയുന്നുണ്ട്. പെർസെവറൻസ്, എക്സ്പെരിമെന്റേഷൻ, ഇൻവോൾവ്മെന്റ് ആൻഡ് കമ്മിറ്റ്മെന്റ്. പെർസെവറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്റ്റൈൻഡ് ഹാർഡ് വർക്ക് എന്നും പറയാം. പെർസെവറൻസ് എന്ന് പറഞ്ഞാൽ സ്ഥിരോത്സാഹം. ഓക്കെ, സ്ഥിരമായി ഉത്സാഹത്തോടു കൂടി ജോലി ചെയ്യാനുള്ള, ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഇതാണ് ഒരു കറേജിയസ് പീപ്പിളിൽ എപ്പോഴും ഉണ്ടാകുന്നത്. ഓക്കെ, ആദ്യം കുറച്ച് നാൾ നല്ല ധൈര്യത്തോടെ വർക്ക് ചെയ്ത് പിന്നെ ധൈര്യം പോയി, അങ്ങനെ കോൺഫിഡൻസ് ഇല്ലാത്ത, അങ്ങനെ ജോലി ചെയ്ത് ഫെയിൽ ആവുന്ന ആൾക്കാർക്കൊന്നും നമുക്ക് കറേജിയസ് ആയിട്ടുള്ള ആളെന്ന് പറയാൻ പറ്റില്ല. എപ്പോഴും പെർസെവറൻസ്, സ്ഥിര ഉത്സാഹം കൊണ്ട് നടക്കുന്ന, ഹാർഡ് വർക്ക് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന, കണ്ടിന്യൂസ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഡെഫിനറ്റ്ലി കറേജിയസ് ആയിട്ടുള്ള ആളായിരിക്കും. എക്സ്പെരിമെന്റേഷൻ, പ്രിപ്പയർഡ്നെസ് ടു ഫേസ് ദ ചാലഞ്ചസ്. നമ്മൾ എന്നും സ്ഥിരമായിട്ട് ഒരേ പാറ്റേണിലുള്ള ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു എക്സ്പെരിമെന്റേഷൻ ചെയ്യേണ്ടി വന്നാൽ ഡെഫിനറ്റ്ലി അതിനകത്ത് റിസ്ക് ഉണ്ടെങ്കിൽ നമ്മൾ പേടിക്കും, അല്ലെ? അങ്ങനെ പേടിക്കാതെ എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ധൈര്യവും അതുവഴി അങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് കൊണ്ട് ഫേസ് ചെയ്യാൻ, നമ്മൾ ചാലഞ്ചസ് വന്നു കഴിഞ്ഞാൽ ഫേസ് ചെയ്യാനുള്ള ധൈര്യം എല്ലാം ഉണ്ടാവണം. അങ്ങനെയുള്ള കറേജിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു ട്രെയിറ്റ് ഉണ്ടാവും. ഇൻവോൾവ്മെന്റ്, എന്ത് കാര്യത്തിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യാനുള്ള ഒരു ധൈര്യം, ക്ലിയറും ഫേം ആയിട്ട് നമ്മൾ ക്ലിയർ ആണ് എല്ലാ കാര്യത്തിനും, എന്ത് കാര്യം ഡിസിഷൻ എടുത്താലും അത് ഫേം ആയിട്ട് നിന്ന് അത് ആക്ട് ചെയ്യാനുള്ള, ഇൻവോൾവ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിരിക്കണം.
കമ്മിറ്റ്മെന്റ്, വില്ലിംഗ് ടു ഗെറ്റ് ടു ദ ഡിസൈർഡ് ഗോൾസ് ബൈ എനി മീൻസ് ബട്ട് ഇൻ എത്തിക്കൽ വേസ്. നമുക്ക് ഒരു കാര്യം നമ്മളെ കൊണ്ട് നേടിയെടുക്കാനായിട്ട് നമ്മൾ എന്തും, നമ്മുടെ ഡിസൈർഡ് ഗോളിൽ എത്തിച്ചേരാനായിട്ട്, നമ്മളെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് നമ്മൾ ഏത് വഴിയും നമ്മൾ തിരഞ്ഞെടുക്കും. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, അത് എത്തിക്കലായിട്ടുള്ള വേസ് ആയിരിക്കണം. അല്ലാതെ അൺഎത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കരുത്. അതിന് കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. ഇത്രയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കറേജിയസ് പീപ്പിളിനകത്ത് പറയുന്നത്. ഓക്കെ.